വിശദമായ വാർത്തകളിലേക്ക്. NSS ആസ്ഥാനത്തെത്തിയ കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളെ കണ്ടതോടെ ജനറൽ സെക്രട്ടറിയെ കാണാതെ മടങ്ങി. ചാനൽ ക്യാമറകൾ കണ്ടതോടെ വാഹനം റിവേഴ്സ് ഗിയറിട്ട് മടങ്ങുകയായിരുന്നു. പ്രത്യേക ദൗത്യമായി എത്തിയതല്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വിശദീകരണം. ഷിനോജ് വിവരങ്ങളുമായിട്ട്. ഷിനോജ്, വെള്ളാപ്പള്ളിയുടെയും പിന്നാലെ G. സുകുമാരൻ നായരുടെയും പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും സതീഷിനെതിരെ G. സുകുമാരൻ നായർ ആഞ്ഞടിക്കുകയായിരുന്നു. എങ്ങനെയും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കൊടിക്കുന്നിലിന് പക്ഷെ അങ്ങോട്ടേക്ക് എത്താനും പറ്റിയില്ല അല്ലേ? തരത്തിലുള്ള അനുനയ നീക്കമാണോ ഇതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴുമില്ല. കാരണം NSS നേതൃത്വമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. പ്രത്യേകിച്ച് സ്ഥലം MP കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ അവിടേക്ക് എത്തിയത് എന്നൊരു കാര്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ വലിയ രീതിയിൽ വിമർശനമാണ് VD സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറി നടത്തിയത്. അതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി ഏകദേശം ഒരു 6:15 കൊടിക്കുന്നിൽ സുരേഷ് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ പെരുന്നയിലേക്ക് എത്തിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് രാവിലെ സുകുമാരൻ നായർ നടത്തിയ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ പെരുന്നയിലുണ്ടായിരുന്നു. മാധ്യമങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ട് കൊടിക്കുന്നിൽ സുരേഷ് താൻ വന്ന വണ്ടി അതേപോലെ തന്നെ റിവേഴ്സ് ഗിയറിലിട്ട് തിരിച്ച് മടങ്ങുകയായിരുന്നു. എന്തായാലും അതിനുശേഷം നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കവുമായല്ല താൻ അവിടെ എത്തിയത് എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. മാത്രമല്ല ഇത്തരത്തിൽ ഇവിടെ വരാറുണ്ട്, ഇത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വന്നതല്ല. അതേസമയത്ത് തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഇന്ന് പെരുന്നയിലേക്ക് എത്തിയാൽ അത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകും, അതിനാൽ താൻ മടങ്ങി പോകുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ വന്നതാണെങ്കിൽ അദ്ദേഹത്തിനെ കാണാമായിരുന്നു അല്ലേ, മറ്റൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ പിൻവാങ്ങി പോകേണ്ട ഒരു സാഹചര്യം എന്ത് പറ്റി? തീർച്ചയായും ദിവിഷ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം മറ്റ് ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല, അത്തരത്തിലുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല. വെറുതെ ഒരു കാണാൻ വന്നതാണെങ്കിൽ പിന്നെ കൊടിക്കുന്നിൽ സുരേഷിനെ അവിടെ വന്ന് പെരുന്നയിലെത്തിയെങ്കിൽ പിന്നെ ജനറൽ സെക്രട്ടറി കണ്ട് മടങ്ങുന്നതിന് വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം, പ്രത്യേകിച്ച് VD സതീശനെതിരെ വളരെ ഗുരുതരമായ രീതിയിൽ സുകുമാരൻ നായർ ആഞ്ഞടിക്കുന്നു. ആ ഒരു സാഹചര്യം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് അത്തരത്തിലൊരു സന്ദർശനം വേണ്ട, അതുകൊണ്ട് താൻ മടങ്ങി പോകുന്നു എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വന്ന വണ്ടി, അതായത് 6:15 പെരുന്നയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിന്റെ വാഹനം എത്തുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ, മാധ്യമങ്ങൾ സ്വാഭാവികമായും അത് ഷൂട്ട് ചെയ്തു, അത് കണ്ടപ്പോൾ തന്നെ വാഹനം തിരിച്ച് റിവേഴ്സ് ഗിയറിലിട്ട് തിരിച്ച് പെരുന്നയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് മടങ്ങുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ വിമർശനം ഉയർന്ന പിന്നാലെയാണ് ഇത്തരത്തിലൊരു അനുനയ നീക്കം കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നതെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നേരത്തെയും സതീശനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആരോപണം NSSന്റെ ഭാഗത്തുനിന്നുണ്ടായ സമയത്ത് ഒക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് NSSുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ അനുനയ നീക്കമൊക്കെ തന്നെ പെരുന്നയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് PJ കുര്യൻ എത്തിയിട്ടുണ്ടായിരുന്നു, കൊടിക്കുന്നിൽ സുരേഷ് എത്തിയിട്ടുണ്ടായിരുന്നു, തിരുവഞ്ചൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ NSSുമായി അടുത്ത ആത്മബന്ധമുള്ള നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ അവിടെ വന്നു പോകുക പതിവാണ്. അതിന്റെ ഒരു ഭാഗമാണോ ഇത്തരത്തിൽ കൊടുക്കുന്നില്ല? ഇതിപ്പോ വന്ന് സംസാരിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. മാധ്യമങ്ങളെ കാണുമ്പോഴേക്കും വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് പെരുന്നയിൽ G. സുകുമാരൻ നായരെ കാണാതെ പിൻവാങ്ങുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ആദ്യത്തെ സംഭവമാണ്. ഇത്രയ്ക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടോ കോൺഗ്രസിന്? നിമിഷ, ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നേതാക്കളുടെ അറിവോട് കൂടിയാണ് കൊടിക്കുന്നിൽ അവിടേക്ക് എത്തിയതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഔദ്യോഗിക സന്ദർശനമല്ല, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയാകാം ഒരുപക്ഷെ എത്തിയത്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയതാകാം.